അടുത്ത ടോപ്പിക്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. കഴിഞ്ഞ സെഷനിൽ എക്സ്പ്രഷനുകളെ കുറിച്ച് പറഞ്ഞു. വിവിധ തരത്തിലുള്ള എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻസ് ആണ്. C++ലെ വിവിധ ക്രിയകൾക്ക് പറയുന്ന പേരാണ് എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഓപ്പറേഷൻ എന്നത്. വിവിധ തരത്തിലുള്ള എക്സ്പ്രഷനുകൾ കണ്ടു. ഇനി സ്റ്റേറ്റ്മെൻ്റ് ആണ് അടുത്ത ടോപ്പിക്ക്. ഒരു സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത് C++ പ്രോഗ്രാമിംഗ് ഭാഷയുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള പ്രവർത്തനക്ഷമമായ ഭാഗത്തെയാണ് ഒരു സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത്. സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ദ സ്മോളസ്റ്റ് എക്സിക്യൂട്ടബിൾ യൂണിറ്റ് ഓഫ് എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഏത് പ്രോഗ്രാമിംഗ് ഭാഷ എടുത്താലും അവിടെ എല്ലാം സ്റ്റേറ്റ്മെൻറ്റുകളുണ്ട്. ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാമിംഗ് ഭാഷയുടെ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിൻ്റെ ഏറ്റവും ചെറിയ പ്രവർത്തനക്ഷമമായ ഒരു വരി അല്ലെങ്കിൽ ഒരു ഭാഗമാണ്. C++ൽ ഓരോ സ്റ്റേറ്റ്മെൻറ്റും സെമി കോളൻ ഉപയോഗിച്ച് അവസാനിപ്പിക്കണം. C++ൻ്റെ ഒരു സിൻറ്റാക്സ് ആണത്, ഒരു റൂളാണത്. ആ പ്രോഗ്രാമിംഗ് ഭാഷയുടെ ഒരു സിൻറ്റാക്റ്റിക്കൽ റൂളാണത്. C++ൽ ഏതൊരു സ്റ്റേറ്റ്മെൻറ്റും സെമി കോളൻ ഉപയോഗിച്ച് അവസാനിപ്പിക്കണം. ദാറ്റ് ഈസ് സെമി കോളൻ ഈസ് ദ ഡെലിമിറ്റർ ഓഫ് എ സ്റ്റേറ്റ്മെൻറ്റ്. ഡെലിമിറ്റർ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അവസാനത്തെ സൂചിപ്പിക്കുന്ന ചിഹ്നമാണ് സെമി കോളൻ. എല്ലാ സ്റ്റേറ്റ്മെൻറ്റുകളും സെമി കോളൻ ഉപയോഗിച്ച് അവസാനിപ്പിക്കണം. ഈ സെമി കോളൻ എന്നുള്ള ഒരു പഞ്ച്വേറ്ററാണ്. നിങ്ങൾ ടോക്കൺസിൽ പഠിച്ചു, വിവിധ തരത്തിലുള്ള ടോക്കൺ. ഒരു കമ്പൈലറിനോട്, ലാംഗ്വേജിനോട് അല്ലെങ്കിൽ കമ്പൈലറിനോട് ഒരു പ്രത്യേക കാര്യം സൂചിപ്പിക്കുന്ന ഒരു കൂട്ടം ചിഹ്നങ്ങളെയാണ് പഞ്ച്വേറ്റേഴ്സ് എന്ന് പറയുന്നത്. അതിൽപ്പെടുന്ന ഒന്നാണ് ഈ സെമി കോളൻ എന്നത്. ഇനി C++ലുള്ള വിവിധ തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റുകൾ, അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ്, ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ്സ്, ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ്സ്, കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നിവ. ഓരോ സ്റ്റേറ്റ്മെൻറ്റിനും അതിൻ്റേതായ ഉപയോഗം C++ലുണ്ട്. ഇനി അതുപോലെ വിവിധ തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ ഏതൊക്കെയാണ് നോക്കാം. ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഡിക്ലറേഷൻ എന്ന് പറഞ്ഞാൽ പ്രഖ്യാപന രൂപത്തിലുള്ള പ്രസ്താവനകളെയാണ് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. C++ൽ ഒരു വാരിയബിൾ എന്നാൽ നമ്മൾ ഇൻപുട്ട് ഡാറ്റയോ ഔട്ട്പുട്ട് ഡാറ്റയോ പ്രോഗ്രാമിൽ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന റാമിലെ അല്ലെങ്കിൽ മെയിൻ മെമ്മറിയിലെ ലൊക്കേഷനുകൾക്ക് കൊടുത്തിരിക്കുന്ന പേരാണെന്ന് പറഞ്ഞു. അപ്പോൾ ഓൾറെഡി നമ്മൾ കണ്ടു കഴിഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ C++ പ്രോഗ്രാമിൽ ഒരു വാരിയബിൾ എന്നത് ഒരു ഐഡൻറ്റിഫയർ ആണ്. ഒരു മെമ്മറി ലൊക്കേഷനെ പ്രോഗ്രാമിൽ ഡാറ്റ സൂക്ഷിക്കാൻ, ഇൻപുട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഡാറ്റ സൂക്ഷിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന റാമിലെ ഒരു മെമ്മറി ലൊക്കേഷന് പ്രോഗ്രാമർ തന്നെ കൊടുക്കുന്ന ഒരു പേരാണ്, ഒരു ഐഡൻറ്റിഫയർ ആണ് ഒരു വാരിയബിൾ എന്നത്. അപ്പോൾ ഈ വാരിയബിളുകൾ ഡാറ്റ സൂക്ഷിക്കാനാണ് പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്നത്. ഇൻപുട്ട് ഡാറ്റയും ഔട്ട്പുട്ട് ഡാറ്റയും ഒക്കെ സൂക്ഷിക്കും. വാരിയബിളുകൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് നിർബന്ധമായും ഡിക്ലെയർ ചെയ്തിരിക്കണം. നേരത്തെ ഞാൻ വാരിയബിൾ എന്ന ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. എത്ര വാരിയബിൾ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം, പക്ഷേ ഉപയോഗിക്കുന്ന ഓരോ വാരിയബിളും നമ്മൾ ഡിക്ലെയർ ചെയ്യണം. അപ്പോൾ വാരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ കമ്പൈലറിനോട് നമ്മൾ ആ വാരിയബിളിൻ്റെ ഡാറ്റ ടൈപ്പ് എന്താണെന്നും വാരിയബിളിൻ്റെ പേരെന്താണെന്നും പറയുന്നു. ഓക്കെ, ഇതാണ് വാരിയബിൾ ഡിക്ലറേഷൻ. സോ വാരിയബിൾ ഡിക്ലറേഷൻ ഇൻക്ലൂഡ്സ് ദി ഡാറ്റ ടൈപ്പ് ഓഫ് ദി വാരിയബിൾ ഫോളോഡ് ബൈ ദ നെയിം ഓഫ് ദി വാരിയബിൾ. ഇതാണ് വാരിയബിൾ ഡിക്ലറേഷൻ്റെ സിൻറ്റാക്സ്. അപ്പോൾ ഇങ്ങനെ ഡാറ്റ ടൈപ്പും വാരിയബിൾ നെയിമും പറയുന്നത് വഴി നമ്മൾ C++ കമ്പൈലറിനോട് ആ വാരിയബിളിൽ ഏത് തരത്തിലുള്ള ഡാറ്റയാണ് സൂക്ഷിക്കുന്നത്, അതായത് ആ വാരിയബിളിന് അനുവദിച്ചിട്ടുള്ള മെമ്മറി ലൊക്കേഷൻ, റാമിലെ മെമ്മറി ലൊക്കേഷനിൽ ഏത് തരത്തിലുള്ള ഡാറ്റയാണ് സ്റ്റോർ ചെയ്യുന്നതെന്നാണ് കമ്പൈലറിനോട് പറയുകയാണ് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ് വഴി ചെയ്യുന്നത്. ഓക്കെ, സോ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ടെൽസ് ദ കമ്പൈലർ അബൌട്ട് ദ ഡാറ്റ ടൈപ്പ് ഓഫ് ദി ഡാറ്റ that will be stored in the variable. ഇനി C++ൽ വാരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നതിന് ഉള്ള ഒരു സിൻറ്റാക്സ് രണ്ട് രീതിയിൽ ചെയ്യാം. ഒരു സിംഗിൾ വാരിയബിൾ ആണെങ്കിൽ ഡാറ്റ ടൈപ്പ് സ്പേസ്, ഇവിടെ സ്പേസ് നിർബന്ധമാണ്. വാരിയബിൾ നെയിം, ഒരേ ഡാറ്റ ടൈപ്പിലുള്ള ഒന്നിൽ കൂടുതൽ വാരിയബിളുകൾ ഉണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. വ്യത്യസ്ത ഡാറ്റ ടൈപ്പുകളെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചു. ഈ ചാപ്റ്ററിൽ തന്നെ ആദ്യ ഭാഗത്ത് പറഞ്ഞു. ഇൻറ്റ് പ്രധാനപ്പെട്ട ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്പുകൾ. അപ്പോൾ ഇതിൽ ഡാറ്റ ടൈപ്പ് എന്നുള്ളത് ഏതെങ്കിലും ഒരു ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്പാണ് വരിക. അതായത് ക്യാർ അല്ലെങ്കിൽ ഇൻറ്റ് അല്ലെങ്കിൽ ഫ്ലോട്ട് അല്ലെങ്കിൽ ഡബിൾ.
വോയിഡ് പിന്നെ നമുക്കൊന്നുമില്ല എന്ന് കാണിക്കാനാണ്. അപ്പോൾ അതുകൊണ്ട് വോയിഡ് ഉപയോഗിച്ച് നമ്മൾ ഒരു വാരിയബിൾ ഒരിക്കലും ഡിക്ലെയർ ചെയ്യില്ല. സോ ഡാറ്റ ടൈപ്പ് ക്യാൻ ബി എനി വൺ ഓഫ് ദി ടൈപ്സ് ക്യാർ ഇൻറ്റ് ഫ്ലോട്ട് ഓർ ഡബിൾ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഡാറ്റ ടൈപ്പ് പറയുന്നു. അതിന് ശേഷം ഒരു സ്പേസ് കൊടുത്തിട്ട് വാരിയബിളിൻ്റെ പേര് നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. വീണ്ടും പേര് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ പേര് എന്നുള്ള വാരിയബിളിൻ്റെ പേര് എന്നുള്ളത് ഒരു ഐഡൻറ്റിഫയർ ആണ്. ഐഡൻറ്റിഫയറിനെ നെയിം ചെയ്യുമ്പോൾ പേരിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട റൂൾസ് എല്ലാം നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞിരുന്നു. അപ്പോൾ അത് പാലിച്ചുകൊണ്ടുള്ള ഒരു പേര് ഇവിടെ കൊടുക്കുക. ഒരേ ഡാറ്റ ടൈപ്പിലുള്ള സപ്പോസ് ഈ ഇവിടെ ഡാറ്റ ടൈപ്പ് എന്നുള്ള ഇവിടെ ശ്രദ്ധിക്കേണ്ടത് C++ലുള്ള ഏതെങ്കിലും ഒരു ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്പ് ആയിരിക്കണം. അതല്ലാത്തൊരു ഡാറ്റ ടൈപ്പ് ഇവിടെ ഉപയോഗിക്കാൻ പാടില്ല. ഒന്നിൽ കൂടുതൽ ഒരേ ഡാറ്റ ടൈപ്പിലുള്ള വാരിയബിളുകൾ ഉണ്ടെങ്കിൽ സപ്പോസ് ഇൻറ്റ് ഡാറ്റ ടൈപ്പിലുള്ള 2 ഇൻപുട്ട് വാരിയബിൾ ഉണ്ടെങ്കിൽ നമുക്കിവിടെ ഇൻറ്റ് സ്പേസ് ഒന്നാമത്തെ വാരിയബിളിൻ്റെ പേര് കൊമ രണ്ടാമത്തെ വാരിയബിളിൻ്റെ പേര് അതിനുശേഷം സെമിക്കോളൻ. എല്ലാ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റുകളും സെമിക്കോളൻ വെച്ച് അവസാനിപ്പിക്കണം. അപ്പോൾ ഒരേ ഡാറ്റ ടൈപ്പിലുള്ള ഒന്നിൽ കൂടുതൽ വാരിയബിൾ ഒരു ഡാറ്റ ടൈപ്പിലുള്ള ഒരു വാരിയബിളേ ഉള്ളെങ്കിൽ ഡാറ്റ ടൈപ്പ് സ്പേസ് വാരിയബിൾ നെയിം എന്ന് കൊടുത്ത് സെമിക്കോളൻ വെച്ച് അവസാനിപ്പിക്കാം. ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ ഡാറ്റ ടൈപ്പ് എല്ലാ കോമൺ ആവണം. എല്ലാത്തിൻ്റെയും ഡാറ്റ വ്യത്യസ്ത ഡാറ്റ ടൈപ്പിലുള്ള വാരിയബിളുള്ള ഒറ്റ വരിയിൽ ഇതുപോലെ ഡിക്ലെയർ ചെയ്യാൻ പറ്റില്ല. ഒരേ ഡാറ്റ ടൈപ്പിലുള്ള ഒന്നിൽ കൂടുതൽ വാരിയബിൾ ഉണ്ടെങ്കിൽ നമുക്ക് അവയെ സെപ്പറേറ്റ് ഡിക്ലെയർ ചെയ്യാം. ഡാറ്റ ടൈപ്പ് വാരിയബിൾ 1, ഡാറ്റ ടൈപ്പ് വാരിയബിൾ 2. അതിന് പകരം ഡാറ്റ ടൈപ്പ് വാരിയബിൾ 1, കോമ സെപ്പറേറ്റഡ് ആയിട്ട് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരേ ഡാറ്റ ടൈപ്പിലായിരിക്കണം ഈ വാരിയബിളുകളെല്ലാം. ഇനി വ്യത്യസ്ത ഡാറ്റ ടൈപ്പിലുള്ള 2 ഇൻപുട്ടുകളാണെങ്കിൽ ഒന്ന് ക്യാർ ഒന്ന് ഇൻ്റ് ആണെങ്കിൽ ക്യാർ സ്പേസ് വാരിയബിൾ നെയിം ഇൻറ്റ് അതിൻ്റെ താഴെ ഇൻറ്റ് സ്പേസ് വാരിയബിൾ നെയിം സെമിക്കോളൻ അങ്ങനെ ഇട്ട് കൊടുക്കാം. അതാണ് ഇവിടെ പറയുന്നത്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഇതിനെയാണ് നമ്മൾ സിൻടാക്സ് വാരിയബിൾ ഡിക്ലറേഷൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത്. ഡാറ്റ ടൈപ്പ് സ്പേസ് വാരിയബിൾ ഒരു വാരിയബിളിൻ്റെ ഡിക്ലറേഷനിൽ സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടടുത്തെല്ലാം ഓപ്ഷണൽ വാല്യൂസ് ആണെന്നാണ് കാണിക്കുന്നത്. സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ വരുന്നതെല്ലാം ഓപ്ഷണലാണ് എന്നാണ് കാണിക്കുന്നത്. അതുപോലെ ഇവിടെ ആംഗുലർ ബ്രാക്കറ്റിനുള്ളിൽ കൊടുത്തിരിക്കുന്ന ഭാഗങ്ങളെല്ലാം നമുക്കിഷ്ടമുള്ള പേരുകൾ ഇവിടെ കൊടുക്കാമെന്നാണ് കാണിക്കുന്നത്. ഓക്കെ, ഈ 2 വാരിയബിൾ ഡിക്ലറേഷൻ 2 ഉദാഹരണങ്ങൾ. 2 വാരിയബിളുകൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് നോക്കുക. ഇൻറ്റ് സ്പേസ് റോൾ നമ്പർ എന്നൊരു വാരിയബിൾ അതിൻ്റെ ഡാറ്റ ടൈപ്പ് ഇൻറ്റ് ആണ്. ഈ രീതിയിൽ ആണ് അത് ഡിക്ലെയർ ചെയ്യുക. വാരിയബിൾ ഡിക്ലറേഷൻ്റെ സിൻടാക്സും അതിന് എക്സാമ്പിളും അറിഞ്ഞിരിക്കണം. ഇൻറ്റ് സ്പേസ് റോൾ നമ്പർ സെമിക്കോളൻ. ഇനി ഡബിൾ ഡാറ്റ ടൈപ്പിലുള്ള 2 വാരിയബിൾ ഇവിടെ തൊട്ടടുത്ത ലൈനിൽ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. 2 ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് റോൾ നമ്പർ എന്ന വാരിയബിളിൻ്റെ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റും മറ്റൊന്ന് WGPA ആവറേജ് സ്കോർ എന്നീ 2 വാരിയബിളുകളെ രണ്ടും ഡബിൾ ഡാറ്റ ടൈപ്പുകളുടെ 2 ഒരുമിച്ച് ഡിക്ലെയർ ചെയ്യാം. അപ്പോൾ മൊത്തം 3 വാരിയബിളുകളുടെ ഡിക്ലറേഷനാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട വിഭാഗം സ്റ്റേറ്റ്മെൻറ്റുകളാണ് അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ്. അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ നിങ്ങൾ ഓപ്പറേറ്റേഴ്സ് എന്ന വിഭാഗത്തിൽ പഠിച്ചു. ഒരു വാരിയബിളിലേക്ക് ഒരു വില അതായത് സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി സൂക്ഷിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഓപ്പറേറ്ററാണ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. ദാറ്റ് ഈസ് ദ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ഈസ് യൂസ്ഡ് ടു അസൈൻ എ വാല്യൂ ടു എ വാരിയബിൾ. വാരിയബിൾ എന്ന് പറയുമ്പോൾ മെമ്മറി ലൊക്കേഷൻ. ഒരു വാരിയബിൾ ഒരു മെമ്മറി ലൊക്കേഷനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ വാരിയബിൾ സൂചിപ്പിക്കുന്ന മെമ്മറി ലൊക്കേഷനിലേക്ക് അസൈൻമെൻറ്റ് ഓപ്പറേറ്ററിൻ്റെ വലതുഭാഗത്തുള്ള ലിറ്ററൽ കോൺസ്റ്റൻറ്റിനെ സൂക്ഷിക്കുകയാണ് ചെയ്തത്. അപ്പോൾ വാരിയബിൾ അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റുകളുടെ സിൻടാക്സ് ഈ രൂപത്തിലാണ്. വാരിയബിൾ നെയിം ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരു അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ഉപയോഗിച്ചുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഓക്കെ, സോ ഇറ്റ് ഈസ് യൂസ്ഡ് ടു അസൈൻ എ കോൺസ്റ്റൻറ്റ് ഓർ എ ലിറ്ററൽ ടു എ വാരിയബിൾ. ഒരു വാരിയബിളിലേക്ക് ഒരു സ്ഥിരവില സൂക്ഷിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഒരു മെമ്മറിയിലേക്ക് ഒരു സ്ഥിരവില ലിറ്ററൽ സൂക്ഷിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇവിടെ അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് സിൻടാക്സ് കൊടുത്തിരിക്കുന്നത് വാരിയബിൾ 1 ഈക്വൽ ടു വാരിയബിൾ 2. ഇങ്ങനെ പല രീതിയിൽ അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യാം. വാരിയബിൾ ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. ഒന്നുകിൽ നമുക്ക് അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചൊരു വാരിയബിളിലേക്ക് ഒരു സ്ഥിര വാല്യൂ കോൺസ്റ്റൻറ്റ് സ്റ്റോർ ചെയ്യാം. രണ്ടാമത്തെ അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ ഒരു വാരിയബിൾ 1 അല്ലെങ്കിൽ വാരിയബിൾ 2 ഒരു വാരിയബിളിലേക്ക് വേറൊരു വാരിയബിളിൻ്റെ വില സ്റ്റോർ ചെയ്യാം. ഇനി അതും അല്ലെങ്കിൽ ഒരു വാരിയബിളിലേക്ക് ഒരു എക്സ്പ്രഷൻ ഒരു ഓപ്പറേഷൻ തന്നെ കൊടുക്കാം. അപ്പോൾ അങ്ങനെ ആ ഓപ്പറേഷൻ ഇവാലുവേറ്റ് ചെയ്ത് കിട്ടുന്ന റിസൾട്ട് എന്താണോ അത് വാരിയബിളിലേക്ക് സ്റ്റോർ ആകും, ആ മെമ്മറി ലൊക്കേഷനിൽ സ്റ്റോർ ആകും. സോ വി ക്യാൻ അസൈൻ either a constant or a variable or an expression to a variable in C++. ഇനി അതിന് ഉദാഹരണങ്ങൾ കൊടുത്തിരിക്കുന്നത് എ എന്നത് ഒരു വാരിയബിളാണ്. അതിലേക്ക് 15 എന്ന ഇൻറ്റിജർ ലിറ്ററിൽ ഇൻറ്റിജർ കോൺസ്റ്റൻറ്റ് സ്റ്റോർ ചെയ്തിരിക്കുന്നു. അതിൽ ബി ഒരു ഫ്ലോട്ടിംഗ് പോയിൻറ്റ് ലിറ്റർ വാരിയബിളാണ്, ഫ്ലോട്ട് വാരിയബിളാണ്, ഡാറ്റ ടൈപ്പുള്ള വാരിയബിൾ. അപ്പോൾ ബിയിലേക്ക് 5.8 എന്നുള്ള ഫ്ലോട്ടിംഗ് പോയിൻറ്റ് കോൺസ്റ്റൻറ്റ് സൂക്ഷിച്ചിരിക്കുന്നു. അതുപോലെ സി
വേറൊരു വേരിയബിളാണ്. ഇതിലേക്ക് A+B എന്ന എക്സ്പ്രഷനാണ് അസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ എയുടെയും ബിയിലും, എയിൽ 15 ഉണ്ട്, ബിയിൽ 5.8 ഉണ്ട്. അപ്പോൾ 15ഉം 5ഉം 20.8 എന്നുള്ള വില ഈ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്ത് കിട്ടുന്ന റിസൾട്ട് 20. അത് സി എന്ന മെമ്മറിയിലേക്ക് അല്ലെങ്കിൽ വേരിയബിളിലേക്ക് സ്റ്റോർ ആവും. ഈ അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതാണ് നടക്കുക. ഇവിടെ കൊടുത്തിരിക്കുന്നത് വീണ്ടും മറ്റൊരു എക്സ്പ്രഷൻ A+B ഇൻറ്റു C+D. ഇപ്പോൾ എയിലും ഡിയിലുള്ള വിലകൾ കൂട്ടിയിട്ട് അതിനെ സിയിലും ഡിയിലുള്ള വിലകൾ കൂട്ടിയതുമായിട്ട് ഗുണിക്കുന്നു. കിട്ടുന്ന പ്രൊഡക്റ്റ് ഡിയിലേക്ക് അസൈൻ ചെയ്യും. ഇങ്ങനെ പല രൂപത്തിൽ അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാം. ഈ മറ്റൊരു പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റാണ് ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ്. ഇൻപുട്ട് ഓപ്പറേറ്റർ ഉപയോഗിച്ച് ഒരു C+ പ്രോഗ്രാമിൽ ഇൻപുട്ട് ഓപ്പറേറ്റർ ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിനെയാണ് ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് അലൗസ് ദ യൂസർ ടു സ്റ്റോർ ഡാറ്റ ഇൻ മെമ്മറി ഡ്യൂറിംഗ് ദ എക്സിക്യൂഷൻ ഓഫ് ദ പ്രോഗ്രാം. അപ്പോൾ ഒരു പ്രോഗ്രാമിൽ മെമ്മറിയിൽ ഡാറ്റ സൂക്ഷിക്കുന്നതിന് വേണ്ടി ആണ് ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നത്. ഇതിന് ഉപയോഗപ്പെടുത്തുന്ന ഓപ്പറേറ്ററാണ് ഗെറ്റ് ഫ്രം അല്ലെങ്കിൽ എക്സ്ട്രാക്ഷൻ അല്ലെങ്കിൽ ഇൻപുട്ട് ഓപ്പറേറ്റർ എന്നത്. സോ ഇൻപുട്ട് ഓപ്പറേറ്റർ ഉപയോഗിച്ച് ഒരു പ്രോഗ്രാമിൽ ഒരു മെമ്മറിയിൽ ഡാറ്റ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇവിടെ ഇൻപുട്ട് ഓപ്പറേറ്റർ ഉപയോഗിച്ചാണ് ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്നത്. ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു സിൻറ്റാക്സ് എങ്ങനെയാണ്? സ്ട്രീം ഒബ്ജക്റ്റ്, ഇതാണ് ഇൻപുട്ട് ഓപ്പറേറ്റർ. ആൻഡ് ഗ്രേറ്റർ ദാൻ ചിഹ്നം ഓപ്പറേറ്റേഴ്സിൽ നമ്മൾ ഇൻപുട്ട് ഓപ്പറേറ്ററിനെ കുറിച്ചൊക്കെ പറഞ്ഞാണ്. അത് കഴിഞ്ഞാൽ ഇൻപുട്ട് ഓപ്പറേറ്റർ കഴിഞ്ഞാൽ വലത്ത് ഭാഗത്ത് നിർബന്ധമായിട്ടും ഒരു വാരിയബിൾ തന്നെയായിരിക്കണം. അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. സോ ഇൻ ആൻ ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ് ദ ഫസ്റ്റ് ഓപ്പറൻഡ് മസ്റ്റ് ബി ദ സ്ട്രീം ഒബ്ജക്റ്റ്. കീബോർഡിനെ സൂചിപ്പിക്കുന്ന C++ലെ സ്ട്രീം ഒബ്ജക്റ്റാണ് സി ഇൻ എന്നത്. അപ്പോൾ സി ഇൻ ആണ് എപ്പോഴും ഇവിടെ വരിക, ഫസ്റ്റ് ഓപ്പറൻ്റായിട്ട് ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റിൽ വരിക. അതിനുശേഷം ഇൻപുട്ട് ഓപ്പറേറ്റർ, അതിനുശേഷം രണ്ടാമത്തെ ഓപ്പറൻ്റായിട്ട്. തീർച്ചയായിട്ടും ഇൻപുട്ട് ഓപ്പറേറ്റർ ഒരു ബൈനറി ഓപ്പറേറ്ററാണ്. അപ്പോൾ രണ്ടാമത്തെ ഓപ്പറൻ്റ് എന്ന് പറയുന്നത് നിർബന്ധമായിട്ടും ഒരു വാരിയബിൾ ആയിരിക്കണം. മറ്റ് അസൈൻമെൻറ്റിലെ പോലെ ഇവിടെ എക്സ്പ്രഷനോ കോൺസ്റ്റൻറ്റോ മറ്റ് സ്ഥിരവിലകളോ വരാൻ പാടില്ല. ഓക്കെ, വാരിയബിളുകളോ വരാൻ പാടില്ല. ഓക്കെ, വാരിയബിൾ വരാം, പക്ഷേ സ്ഥിരവിലകളോ എക്സ്പ്രഷനുകളോ ഇവിടെ ഉപയോഗിക്കാൻ പാടില്ല. സെക്കൻഡ് ഓപ്പറൻ്റായിട്ട് അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റിൽ ഉപയോഗിച്ചില്ല. പക്ഷേ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഫസ്റ്റ് ഓപ്പറൻറ്റ്, ഒരു ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഫസ്റ്റ് ഓപ്പറൻറ്റ് ഷുഡ് ബി ഫസ്റ്റ് ഓപ്പറൻറ്റ് ഓഫ് ആൻ ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഷുഡ് ബി ദ ഇൻപുട്ട് സ്ട്രീം ഒബ്ജക്റ്റ്, ദാറ്റ് ഈസ് C in എന്ന ഒബ്ജക്റ്റാണ് നിർബന്ധമായിട്ട്. വേറെ ഒന്നും, ഒരു വാരിയബിളോ അല്ലെങ്കിൽ ഒരു എക്സ്പ്രഷനോ ഒരു കോൺസ്റ്റൻ്റോ ഒന്നും ഇവിടെ വരാൻ ഓപ്പറാൻഡായിട്ട് വരാൻ പാടില്ല. അതാണ് ശ്രദ്ധിക്കുന്നത്. ഓക്കെ, സോ ഇതാണ് ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ C++ലെ ഒരു ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സിൻറ്റാക്സ്. സ്ട്രീം ഒബ്ജക്റ്റ് ഡബിൾ ഗ്രേറ്റർ ദാൻ വാരിയബിൾ. Since we use കീബോർഡ് ആസ് ദി ഇൻപുട്ട് ഡിവൈസ്, ഇവിടെ സ്ട്രീം ഒബ്ജക്റ്റ് കീബോർഡിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന C++ലെ ഒരു ഒബ്ജക്റ്റാണ്. കീബോർഡ് വഴിയാണ് നമ്മൾ ഇൻപുട്ട് എടുക്കുന്നത്. വാരിയബിൾ എന്നത് നമുക്ക് എവിടേക്കാണോ ഈ കീബോർഡ് വഴി എടുക്കുന്ന ഇൻപുട്ട് സ്റ്റോർ ചെയ്യേണ്ടത് ആ മെമ്മറിയെ സൂചിപ്പിക്കുന്ന ഒരു വാരിയബിളാണ്, ഐഡൻറ്റിഫയറാണ് വാരിയബിൾ. വാരിയബിൾ എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ എപ്പോഴെല്ലാം ഒരു C++ പ്രോഗ്രാമിൽ നമുക്ക് മെമ്മറി റാമിൽ ഒരു ഇൻപുട്ട് എടുക്കുകയും അത് റാമിൽ സൂക്ഷിക്കുകയും ചെയ്യണം, അപ്പോഴെല്ലാം നമ്മൾ ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് ഇപ്രകാരം എഴുതും. ഇനി ഒരു ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റിന് ഇവിടെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കണം. ഇവിടെ കീബോർഡാണ് ദ ഓപ്പറൻറ്റ്സ് റിക്വയർഡ് ഫോർ ദിസ് ഓപ്പറേറ്റർ ആർ ദി ഇൻപുട്ട് ഓപ്പറേറ്റർ ഉപയോഗിച്ചാണ് ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്നത്, ക്രിയേറ്റ് ചെയ്യുന്നത്. അതുപോലെ ദ ഓപ്പറൻറ്റ്സ് റിക്വയർഡ് ഫോർ ദിസ് ഓപ്പറേറ്റർ ആർ ദി ഇൻപുട്ട് ഡിവൈസ് ആൻഡ് ലൊക്കേഷൻ ഇൻ റാം വെർ ദ ഡാറ്റ ഈസ് ടു ബി സ്റ്റോർ. പറഞ്ഞ കാര്യം തന്നെയാണ്. ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റിൽ ഇൻപുട്ട് ഓപ്പറേഷൻ അല്ലെങ്കിൽ ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റിൽ ഇൻപുട്ട് ഓപ്പറേറ്ററാണ് ഉപയോഗിക്കുക. ഗെറ്റ് ഫ്രം എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ എന്ന് അതിന് പറയും. ഇതിൻ്റെ ഫസ്റ്റ് ഓപ്പറൻ്റ് എന്ന് പറയുന്നത് കീബോർഡിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഇൻപുട്ട് ഡിവൈസ് ആണ്. ഇൻപുട്ട് ഡിവൈസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു സ്ട്രീം ഒബ്ജക്റ്റാണ്. സെക്കൻഡ് ഓപ്പറൻ്റ് ഇൻപുട്ട് ഓപ്പറേറ്ററിൻ്റെ സെക്കൻഡ് ഓപ്പറൻ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതൊരു വാരിയബിൾ തന്നെയായിരിക്കണം എന്നാണ് ശ്രദ്ധിക്കേണ്ടത്. ദാറ്റ് ഈസ് റാമിലെ ലൊക്കേഷൻ, എവിടെയാണോ നമുക്ക് ഈ ഇൻപുട്ട് ഡിവൈസിൽ നിന്ന് വരുന്ന ഇൻപുട്ട് സ്റ്റോർ ചെയ്യേണ്ടത് റാമിലേക്ക് സ്റ്റോർ, മെമ്മറിയിൽ മാത്രമേ നമുക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ കീബോർഡ് being a standard console device, a stream or sequence of data is extracted from the keyboard and stored in memory locations identified by variables. അപ്പോൾ ഇവിടെ സ്ട്രീം ഒബ്ജക്റ്റ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കീബോർഡ് വഴിയാണ് നമ്മൾ C++ൽ ഇൻപുട്ടുകൾ സ്വീകരിക്കുന്നത്. കീബോർഡിനെ സൂചിപ്പിക്കുന്ന ഒരു സ്ട്രീം ഒബ്ജക്റ്റാണ് ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഫസ്റ്റ് ഓപ്പറൻറ്റ്. സെക്കൻഡ് ഓപ്പറൻറ്റ് എന്ന് പറയുന്നത് എവിടേക്കാണ് ഈ കീബോർഡിൽ നിന്ന് വരുന്ന സ്ട്രീം ഒബ്ജക്റ്റ് വഴി വരുന്ന
സ്ട്രീം ഓഫ് ഡാറ്റ, ഡാറ്റയുടെ സ്ട്രീമിനെ, സീക്വൻസ് ഓഫ് ഡാറ്റയെ സൂക്ഷിക്കേണ്ടത് അതിനെ ആ മെമ്മറി ലൊക്കേഷൻ, റാമിലെ ആ മെമ്മറി ലൊക്കേഷനെ സൂചിപ്പിക്കുന്ന വാരിയബിളിൻ്റെ പേര്. ഇതാണ് ഒരു ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സിൻടാക്സ് എന്നത്. അപ്പോൾ C++ൽ കീബോർഡ് എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് ഇൻപുട്ട് സ്ട്രീം ഡിവൈസ് ആയിട്ടാണ് കരുതുന്നത്. അതിനെ CIN ഇങ്ങനെയാണ് പ്രൊണൗൺസ് ചെയ്യുന്നത്. CIN എന്ന ഒബ്ജക്റ്റാണ് സ്ട്രീം ഒബ്ജക്റ്റായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ സിംപ്ലസ്റ്റ് ഫോം, ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സിംപ്ലസ്റ്റ് ഫോമാണ് ഉപയോഗിക്കുന്നത് CIN. ഒരു ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദ ഓപ്പറൻറ്റ് ആഫ്റ്റർ ഇൻപുട്ട് ഓപ്പറേറ്റർ ഷുഡ് സ്ട്രിക്ട്ലി ബി എ വാരിയബിൾ. അപ്പോൾ ഫസ്റ്റ് ഓപ്പറൻറ്റ് എന്ന് പറയുന്നത് ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റിൽ അല്ലെങ്കിൽ ഒരു ഇൻപുട്ട് ഓപ്പറേഷനിൽ C++ൽ ദ ഫസ്റ്റ് ഓപ്പറൻറ്റ് ഓഫ് ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ് മസ്റ്റ് ബി ദ CIN ഒബ്ജക്റ്റ്. CIN എന്ന് പറഞ്ഞാൽ കീബോർഡിനെ സൂചിപ്പിക്കുന്ന സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഡിവൈസ് കീബോർഡാണ്. അതൊരു സ്റ്റാൻഡേർഡ് ഇൻപുട്ട് സ്ട്രീം ഡിവൈസ് ആയിട്ടാണ് C++ കാണുന്നത്. അപ്പോൾ അതിനെ സൂചിപ്പിക്കുന്ന CIN നിന്നാണ് ഡാറ്റ വരുന്നത്, ഇൻപുട്ട് എടുക്കുക, CIN-ലൂടെയാണ് ഇൻപുട്ട് എടുക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഫസ്റ്റ് ഓപ്പറൻറ്റ് ഇവിടെ നിന്ന് ഇപ്പോൾ ഡാറ്റയുടെ ഒഴുക്ക് എന്ന് പറയുന്നത് ഒരു ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അതിൽ ഡാറ്റയുടെ ഒഴുക്ക് എന്ന് പറയുന്നത് കീബോർഡിൽ നിന്ന് റാമിലേക്കാണ്. ഇത് റാമിനെയും ഇത് കീബോർഡിനെയും സൂചിപ്പിക്കുന്നത്. കീബോർഡിൽ നിന്ന് റാം ഡാറ്റയുടെ ഒഴുക്കിനെയാണ് ഈ ഡയറക്ഷൻ സൂചിപ്പിക്കുന്നത്. ഈ ഇൻപുട്ട് ഓപ്പറേറ്ററിൻ്റെ ഒരു ചിഹ്നം നോക്കിയാൽ മനസ്സിലാവും ഡാറ്റയുടെ ഒഴുക്ക് ഇങ്ങോട്ടാണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ കീബോർഡിൽ നിന്നും എടുക്കുന്ന ഇൻപുട്ട് വാരിയബിൾ സൂചിപ്പിക്കുന്ന റാമിലെ ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്യുന്നു. ഇനി ഇതാണ് C++ലെ സിമ്പിളായിട്ടുള്ള ഒരു ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സിൻടാക്സ് ഫോം. ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് CIN ഇൻപുട്ട് ഓപ്പറേറ്റർ നം. ഇവിടെ നം എന്നൊരു വാരിയബിളാണ്. ആ നം എന്ന പേരിൽ റാമിൽ കുറച്ച് മെമ്മറി ലൊക്കേഷനുകളോ ഉണ്ടായിരിക്കും. ആ ലൊക്കേഷനിലേക്ക് കീബോർഡ് വഴി നിങ്ങൾ എന്ത് ഡാറ്റയാണോ ഇൻപുട്ട് ചെയ്യുന്നത് അത് സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ CIN എന്ന് പറഞ്ഞാൽ കീബോർഡ് വഴി എടുക്കുന്ന ഇൻപുട്ട് നം എന്ന റാമിലെ മെമ്മറി, നം എന്ന പേരിലുള്ള ഒരു കൂട്ടം മെമ്മറി ലൊക്കേഷനുകളിൽ സൂക്ഷിക്കുക എന്നാണ്. ഓക്കെ, അതാണ് ഇവിടെ ചിത്രരൂപത്തിൽ കൊടുത്തിരിക്കുന്നത്. കീബോർഡ് CIN എന്ന ഒബ്ജക്റ്റിലേക്ക് പാസ് ചെയ്യുന്ന കീബോർഡ് വഴി നമ്മൾ എടുക്കുന്ന ഇൻപുട്ട്, അതിനെ എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ റാമിൽ ഈ രൂപത്തിലാണ് മെമ്മറി ലൊക്കേഷൻ ഉണ്ടാവുക. ഇത് നം എന്നുള്ള വാരിയബിൾ ഇവിടെയാണ്. ഇത് കുറേ ലൊക്കേഷൻ ഉണ്ട്. നം എന്നുള്ള വാരിയബിൾ കുറേ മെമ്മറി ലൊക്കേഷൻ ചേർന്നാണ് ഇവിടെ നം എന്ന മെമ്മറി ലൊക്കേഷൻ, ഗ്രൂപ്പ് ഓഫ് മെമ്മറി ലൊക്കേഷൻസിലേക്ക് അത് സ്റ്റോർ ചെയ്യും. ഓക്കെ, ഇനി അടുത്തൊരു ടൈപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റാണ് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉപയോഗിക്കുന്നത് C++ൽ എപ്പോഴെല്ലാം പ്രോഗ്രാമിൽ ഔട്ട്പുട്ട് മോണിറ്റർ വഴി കാണിക്കണമോ അപ്പോഴെല്ലാം ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കും. ടു ഡിസ്പ്ലേ ദ റിസൾട്ട്സ് അവൈലബിൾ ടു ദി യൂസേഴ്സ് ത്രൂ എനി ഔട്ട്പുട്ട് ഡിവൈസ്. അപ്പോൾ ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ വഴി C++ൽ ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ വഴി പ്രോഗ്രാമിൻ്റെ അവസാനം ലഭിക്കുന്ന റിസൾട്ട് യൂസേഴ്സിന് ലഭ്യമാക്കും, ഔട്ട്പുട്ട് ഡിവൈസിലൂടെ ലഭ്യമാക്കും. അപ്പോൾ ഒരു പ്രോഗ്രാമിൻ്റെ റിസൾട്ട് ഒരു ഔട്ട്പുട്ട് ഡിവൈസിലൂടെ, അതായത് മോണിറ്ററാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുക, മറ്റ് ഔട്ട്പുട്ട് ഡിവൈസുകൾ ഉപയോഗിക്കാം. അപ്പോൾ ഒരു ഔട്ട്പുട്ട് ഡിവൈസിലൂടെ പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ റിസൾട്ട് യൂസേഴ്സിന് കൊടുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ് എന്നത്. ഇവിടെ ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റിനകത്ത് ഉപയോഗിക്കുന്ന ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ് പോലെ ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റിൽ ഉപയോഗിക്കുന്നത് ഔട്ട്പുട്ട് ഓപ്പറേറ്ററാണ്. ഇറ്റ് ഈസ് ഓൾസോ കാൾഡ് പുട്ട് ടു ഓർ ഇൻസർഷൻ ഓപ്പറേറ്റർ. ഈ ഓപ്പറേറ്റർ, ഔട്ട്പുട്ട് ഓപ്പറേറ്ററിന് പുട്ട് ടു അല്ലെങ്കിൽ ഇൻസർഷൻ എന്നിങ്ങനെ രണ്ട് പേരുകൾ കൂടിയുണ്ട്. നമ്മൾ ഇൻപുട്ട് ഓപ്പറേറ്ററിന് ഗെറ്റ് ഫ്രം ഓർ എക്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞതുപോലെ ഔട്ട്പുട്ട് ഓപ്പറേറ്ററിന് പുട്ട് ടു അല്ലെങ്കിൽ ഇൻസർഷൻ ഓപ്പറേറ്റർ എന്ന്. ഇൻസേർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിലേക്ക് ചേർക്കുക എന്നാണ്. പുട്ട് ടു എന്ന് പറഞ്ഞാൽ അതിലേക്ക് വെക്കുക. ദ ഓപ്പറൻസ്, ഇവിടെയും ഔട്ട്പുട്ട് ഓപ്പറേറ്ററും ഒരു ബൈനറി ഓപ്പറേറ്ററാണ്. അപ്പോൾ അതിന് രണ്ട് ഓപ്പറൻറ്റ് ഉണ്ടാവും. ഇവിടെ ദ ഓപ്പറൻസ് ഇൻ ദിസ് കേസ് ആർ ദ ഔട്ട്പുട്ട് ഡിവൈസ് ആൻഡ് ദ ഡാറ്റ ഫോർ ദി ഔട്ട്പുട്ട്. ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ രണ്ട് ഓപ്പറൻറ്റുകളിൽ ഫസ്റ്റ് ഓപ്പറൻറ്റ് എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ഓപ്പറേറ്ററിന് മുൻപുള്ള ഇടത്തുഭാഗത്തായിട്ടുള്ള ഓപ്പറൻറ്റാണ് ഫസ്റ്റ് ഓപ്പറൻറ്റ്. അതിന് ശേഷം വരുന്ന ഓപ്പറേറ്ററിന് ശേഷം വരുന്ന ഓപ്പറൻറ്റാണ് സെക്കൻഡ് ഓപ്പറൻറ്റ്. ദ ഫസ്റ്റ് ഓപ്പറൻറ്റ് ഓഫ് ഔട്ട്പുട്ട് ഓപ്പറേറ്റർ ഷുഡ് ബി ഇസ് ദ ഡിവൈസ്, ഔട്ട്പുട്ട് ഡിവൈസ്. ഔട്ട്പുട്ട് ഡിവൈസിനെ സൂചിപ്പിക്കുന്ന സ്ട്രീം ഒബ്ജക്റ്റാണ് ഇവിടെ ഫസ്റ്റ് ഓപ്പറൻ്റായിട്ട് വരുന്നത് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റിൽ. ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സെക്കൻഡ് ഓപ്പറൻ്റ് എന്ന് പറയുന്നത് ഏത് ഡാറ്റയാണോ നിങ്ങൾക്ക് കാണിക്കേണ്ട റിസൾട്ട് അല്ലെങ്കിൽ ഡാറ്റ, എന്ത് ഔട്ട്പുട്ടാണോ കാണിക്കുന്നത് ആ ഔട്ട്പുട്ടിനെ സൂക്ഷിച്ചിരിക്കുന്ന മെമ്മറി ലൊക്കേഷൻ. നമ്മൾ ഔട്ട്പുട്ട് ഇൻപുട്ടൊക്കെ റാമിൽ വാരിയബിളുകളായിട്ട് റാമിൽ സ്റ്റോർ ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ആ ഔട്ട്പുട്ട് ഡാറ്റ സൂക്ഷിച്ചിരിക്കുന്ന വാരിയബിളിൻ്റെ പേരാണ് ഇവിടെ വരിക. ഓക്കെ, അപ്പോൾ C out എന്നുള്ള സാധാരണ നമ്മൾ
അതാണ് ഞാൻ പറയുന്നത്. സ്ട്രീം ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇവിടെ ഏതെങ്കിലും ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആവാം. ഡാറ്റ എന്ന് പറയുന്നത് എന്തും ആവാം. നമ്മൾ സീനിൻ്റെ പോലെയല്ല. ഇവിടെ സീൻ പറഞ്ഞപ്പോൾ നേരത്തെ പറഞ്ഞ സീനിൻ്റെ കേസിൽ ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റിൽ ഫസ്റ്റ് ഓപ്പറൻറ്റ് സെക്കൻഡ് ഓപ്പറൻറ്റ് മസ്റ്റ് ബി സ്ട്രിക്ട്ലി എ വാരിയബിൾ എന്ന് പറഞ്ഞിരുന്നു. അങ്ങനത്തെ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂള് ഔട്ട്പുട്ട് ഓപ്പറേറ്ററിന് അല്ലെങ്കിൽ ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റിന് ഇല്ല. ഔട്ട്പുട്ട് ഓപ്പറേറ്ററിൻ്റെ കേസിൽ സെക്കൻഡ് ഓപ്പറൻറ്റ് എന്ന് പറയുന്നത് രണ്ടാമത്തെ ഓപ്പറൻറ്റ് ഒരു വാരിയബിൾ ആവാം, കോൺസ്റ്റൻ്റ് ആവാം, അതും അല്ലെങ്കിൽ ഒരു എക്സ്പ്രഷനും ആവാം. ഓക്കെ, ഇൻപുട്ട് ഓപ്പറേറ്റർ അങ്ങനെ ആവാൻ കാരണം ഇൻപുട്ട് ഓപ്പറേറ്റർ ഡാറ്റ സൂക്ഷിക്കാനുള്ളതാണ്. ഔട്ട്പുട്ട് ഓപ്പറേറ്റർ ഡാറ്റ എടുത്ത് കാണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എടുക്കേണ്ട ഡാറ്റ എന്ന് പറയുന്നത് എന്ത് വാരിയബിളിൽ നിന്നുള്ള ഡാറ്റ ആയിരിക്കാം, വാരിയബിൾ സൂക്ഷിച്ചിരിക്കുന്ന ഡാറ്റ ആയിരിക്കാം, ഒരു കോൺസ്റ്റൻ്റ് ആണെങ്കിൽ കോൺസ്റ്റൻ്റ് അതുപോലെ കാണിക്കുന്നു, എക്സ്പ്രഷൻ ആണെങ്കിൽ എക്സ്പ്രഷൻ വാല്യുവേറ്റ് ചെയ്ത് കിട്ടുന്ന റിസൾട്ട് മോണിറ്ററിലേക്ക് കാണിക്കും. സ്ട്രീം ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇവിടെ സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഡിവൈസ്. സാധാരണ സ്ട്രീം ഒബ്ജക്റ്റ് എന്നത് ഏതെങ്കിലും ഒരു ഏത് ഔട്ട്പുട്ട് ഡിവൈസിലേക്കാണ് നമുക്ക് സ്റ്റോർ ചെയ്യേണ്ടത്. അതാണ് ഇവിടെ സ്ട്രീം ഒബ്ജക്റ്റ്. ആ ഔട്ട്പുട്ട് ഡിവൈസിനെ സൂചിപ്പിക്കുന്ന C++ലെ സ്ട്രീം ഒബ്ജക്റ്റാണ് ഇവിടെ വരുന്നത്. ഓക്കെ, സാധാരണ നമ്മൾ C++ പ്രോഗ്രാമുകളിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ട് കാണിക്കാൻ ഉപയോഗിക്കുന്ന ഡിവൈസ് മോണിറ്ററാണ്. സോ മോണിറ്ററിനെ സൂചിപ്പിക്കുന്ന മോണിറ്ററിനെ C++ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് സ്ട്രീം ഡിവൈസ് എന്നാണ് പറയുന്നത്. അപ്പോൾ മോണിറ്ററിനെ സൂചിപ്പിക്കുന്ന സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് സ്ട്രീം ഡിവൈസിനെ C++ൽ സി ഔട്ട് എന്ന സ്ട്രീം ഒബ്ജക്റ്റ് ഉപയോഗിച്ചാണ്. C++ ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമാണ്. അപ്പോൾ കീബോർഡ്, മോണിറ്റർ എന്നിങ്ങനെയുള്ള ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകളെ സ്ട്രീം ഒബ്ജക്റ്റുകളായിട്ടാണ് C++ എടുക്കുന്നത്. അതുകൊണ്ട് തിരിച്ചറിയുന്നത്, അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ അത്തരം സ്ട്രീം ഒബ്ജക്റ്റുകൾ ആണ് ഈ ഇൻപുട്ടിലും ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റിലും ഉപയോഗിക്കുന്നത്. ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഉപയോഗിക്കുന്ന സ്ട്രീം ഒബ്ജക്റ്റ് കീബോർഡിനെ സൂചിപ്പിക്കുന്ന സ്ട്രീം ഒബ്ജക്റ്റ്, ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റിൽ ഉപയോഗിക്കുന്ന സ്ട്രീം ഒബ്ജക്റ്റ് ഫസ്റ്റ് ഓപ്പറൻ്റ് ആയിട്ട് വരുന്ന സ്ട്രീം ഒബ്ജക്റ്റ് എന്നത് മോണിറ്ററിനെ സൂചിപ്പിക്കുന്ന സ്ട്രീം ഒബ്ജക്റ്റാണ്. ഓക്കെ, ഇറ്റ് ഈസ് പ്രൊനൗൺസ്ഡ് എസ് സി ഔട്ട്. സോ ദ ഫസ്റ്റ് ഓപ്പറൻ്റ് ഓഫ് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ് മസ്റ്റ് ബി സി ഔട്ട് ഒബ്ജക്റ്റ്. ഔട്ട്പുട്ട് ഓപ്പറേറ്റർ അല്ലെങ്കിൽ ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഫസ്റ്റ് ഒബ്ജക്റ്റ് ഓപ്പറാൻഡ് എന്നത് സി ഔട്ട് എന്ന മോണിറ്ററിനെ സൂചിപ്പിക്കുന്ന ഒബ്ജക്റ്റാണ്, സ്ട്രീം ഒബ്ജക്റ്റാണ്. സെക്കൻഡ് ഓപ്പറൻറ്റ് എന്നത് ഒരു കോൺസ്റ്റൻ്റ് ആവാം, അല്ലെങ്കിൽ ഒരു വാരിയബിൾ ആവാം, അതും അല്ലെങ്കിൽ ഒരു എക്സ്പ്രഷൻ ആവാം. 3 ഉദാഹരണങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റിന് 3 ഉദാഹരണങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ട്. 3 ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സി ഔട്ട് നം, ഇവിടെ ഫസ്റ്റ് ഓപ്പറൻറ്റ് സി ഔട്ട് മോണിറ്ററിനെ സൂചിപ്പിക്കുന്ന സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഡിവൈസ് ആയിട്ടുള്ള മോണിറ്റർ. ക്യാരക്ടർ ഔട്ട്പുട്ട് എന്നാണ് സി ഔട്ട്. സീന് ക്യാരക്ടർ ഇൻപുട്ടാണ്. സി ഔട്ട് എന്നത് ഇവിടെ മോണിറ്ററിനെ സൂചിപ്പിക്കുന്ന C++ലെ ഒരു ഒബ്ജക്റ്റാണ്, സ്ട്രീം ഒബ്ജക്റ്റാണ്. സി ഔട്ട് ഈസ് ദി സ്ട്രീം ഒബ്ജക്റ്റ് റെപ്രസെൻറ്റിംഗ് മോണിറ്റർ ഇൻ C++. അതിനുശേഷം ഇത് ഔട്ട്പുട്ട് ഓപ്പറേറ്റർ. ശേഷം ഇവിടെ വരുന്നത് നം. ഇതൊരു വാരിയബിളാണ്. നം എന്ന പേരിൽ ഒരു കൂട്ടം മെമ്മറി ലൊക്കേഷനുകൾ ഉണ്ടാവും റാമിൽ. ആ മെമ്മറി ലൊക്കേഷനിലെ ഡാറ്റ വീണ്ടും ഇവിടുന്ന് ഡാറ്റ പോകുന്നത് നേരെ റിവേഴ്സ് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഡാറ്റ ഫ്ലോ ഇവിടുന്ന് ഇവിടേക്കായിരുന്നു. അപ്പോൾ അവിടെ ചിഹ്നം തിരിഞ്ഞായിരുന്നു കടന്നിരുന്നത്. 2 ഗ്രേറ്റർ ദാൻ ചിഹ്നമാണ്, ഇവിടെ 2 ലെസ് ദാൻ ചിഹ്നമാണ് ഔട്ട്പുട്ട് ഓപ്പറേറ്റർ. ഇവിടെ ഡാറ്റയുടെ ഒഴുക്കെന്ന് പറയുന്നത് ഈ വാരിയബിളിൽ നമ്മിൽ നിന്ന് ഡാറ്റ സി ഔട്ട് എന്ന് പറഞ്ഞാൽ മോണിറ്ററിലേക്ക് ഒഴുകുന്നു, മോണിറ്ററിൽ കാണിക്കുന്നു. അപ്പോൾ ഇവിടെ നം എന്ന് പറഞ്ഞാൽ റാമിലുള്ള ഒരു കൂട്ടം മെമ്മറി ലൊക്കേഷൻ നമ്മൾ പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്ന ഒരു വാരിയബിളാണ് ഡാറ്റ സൂക്ഷിക്കാൻ. അപ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് നമ്മിലാണുള്ളത്. നം എന്ന വാരിയബിളാണെങ്കിൽ ആ വാരിയബിളാണ് ഇവിടെ സെക്കൻഡ് ഓപ്പറൻ്റ് ആയിട്ട് വരുന്നത്. ഈ രണ്ടാമത്തെ ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക. ഇവിടെ സെക്കൻഡ് ഓപ്പറൻ്റ് എന്ന് പറയുന്നത് ഒരു സ്ട്രിങ് കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, സ്ട്രിങ് കോൺസ്റ്റൻറ്റുകൾ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞു. സ്ട്രിങ് ലിറ്ററൽ അല്ലെങ്കിൽ സ്ട്രിങ് കോൺസ്റ്റൻ്റ് ആണ്. ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ഇൻ ഡബിൾ കൊട്ടേഷൻ. ഹലോ ഫ്രണ്ട്സ് എന്നുള്ള ഒരു സ്ട്രിങ് ആണ്, ടെക്സ്റ്റാണ് ഇവിടെ കാണിക്കുന്നത്. അതാണ്. അപ്പോൾ ഇവിടെ ആദ്യത്തെ ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മുടെ ഔട്ട്പുട്ട് ഒരു വാരിയബിൾ ആയിരുന്നു. രണ്ടാമത്തെ ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റിൽ കാണിക്കേണ്ട ഔട്ട്പുട്ട് ഒരു സ്ട്രിങ് കോൺസ്റ്റൻ്റ് ആണ്, സ്ട്രിങ് ലിറ്ററലാണ്. മൂന്നാമത്തെ ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റിൽ കാണിക്കുന്ന ഔട്ട്പുട്ട് സെക്കൻഡ് ഓപ്പറൻ്റ് എന്ന് പറയുന്നത് ഇതൊരു എക്സ്പ്രഷനാണ്. ഇങ്ങനെയുള്ള രീതി സീനിൻ്റെ കൂടെ അല്ലെങ്കിൽ ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റിൽ പറ്റില്ല. അതിൽ വാരിയബിൾ മാത്രമേ സെക്കൻഡ് ഓപ്പറൻ്റ് ആയിട്ട് വരാൻ പറ്റും. അതാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ തമ്മിലുള്ള വ്യത്യാസം. പിന്നെ രണ്ടിൽ ഉപയോഗിക്കുന്ന ഓപ്പറേറ്ററുകൾ തമ്മിലുള്ള വ്യത്യാസം. ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റിൽ ഇൻപുട്ട് ഓപ്പറേറ്റർ ഉപയോഗിക്കും, 2 ഗ്രേറ്റർ ദാൻ ചിഹ്നം. ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റിൽ 2 ലെസ് ദാൻ ചിഹ്നം ഔട്ട്പുട്ട് ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നു. ഫസ്റ്റ് ഓപ്പറൻ്റ് എന്തായിരുന്നാലും ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റിലാണെങ്കിൽ അതിൽ കീബോർഡിനെ സൂചിപ്പിക്കുന്ന സീൻ ഒബ്ജക്റ്റാണ് ഫസ്റ്റ് ഓപ്പറൻ്റ്. ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റിൽ മോണിറ്ററിനെ സൂചിപ്പിക്കുന്ന മോണിറ്ററാണ് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഡിവൈസ്. അതിന് സൂചിപ്പിക്കുന്ന സ്ട്രീം ഒബ്ജക്റ്റ് ആയിട്ടുള്ള സി ഔട്ട് തന്നെ ആയിരിക്കണം ഫസ്റ്റ് ഓപ്പറൻ്റ്. സോ ഒരു ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റിൽ ഫസ്റ്റ് ഓപ്പറൻ്റ് മസ്റ്റ് ബി സി ഔട്ട് ദ സ്ട്രീം ഒബ്ജക്റ്റ് representing monitor, that is C out, and the second operand can be either a variable or a constant or an expression. ഇത് ഇവിടെ
ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ് സിൻറ്റാക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോറി, അല്ല, ഡാറ്റ ഫ്ലോ ഇടരുത്. ഇവിടെ ഡാറ്റ വാരിയബിളിൽ, ഔട്ട്പുട്ട് വാരിയബിളിൽ ഡാറ്റയുണ്ട്. അതായത് റാമിൽ ഈ ഇതാണ് നം എന്നുള്ള വാരിയബിൾ ഇവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ അതിനകത്തുള്ള ആ വാരിയബിൾ ലൊക്കേഷൻ്റെ അഡ്രസ്സ്, മെമ്മറി ലൊക്കേഷൻ്റെ അഡ്രസ്സ്, റാമിലെ മെമ്മറി ലൊക്കേഷൻ ഡാറ്റ സൂക്ഷിച്ചിരിക്കുന്ന ആ വാരിയബിളിൻ്റെ അഡ്രസ്സാണ് 2000. ദാറ്റ് മീൻസ് 2000 എന്ന മെമ്മറി അഡ്രസ്സിലുള്ള മെമ്മറി ലൊക്കേഷൻ, അതിനകത്തുള്ള ഡാറ്റ ഔട്ട്പുട്ട് ഓപ്പറേറ്റർ വഴി സി ഔട്ട് എന്നുള്ള ഒബ്ജക്റ്റ് വഴി മോണിറ്ററിലേക്ക് പോകുന്നു. ഞാനിവിടെ കണ്ടു. ഈ അടുത്ത ഈ ചാപ്റ്ററിൻ്റെ അവസാനമായിട്ട് പറയാനുള്ള ഒരു ടോപ്പിക്കാണ് കാസ്കേഡിംഗ് ഓഫ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേറ്റേഴ്സ്. നമുക്ക് സാധാരണ C++ പ്രോഗ്രാമിൽ ഒരു ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റിൽ ഒരു ഇൻപുട്ടും എടുക്കാനും ഒരു ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് നമുക്ക് ഒരു ഔട്ട്പുട്ട് കാണിക്കാനുമേ പറ്റുള്ളൂ. എന്നാൽ ഒരു ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റിൽ സപ്പോസ് നമുക്ക് അതാണിവിടെ പറഞ്ഞിരിക്കുന്നത്, ഒരൊറ്റ ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് നമുക്ക് 3 ഇൻപുട്ടുകൾ എടുക്കണമെന്ന് വിചാരിക്കുക. 3 ഇൻപുട്ടുകളും 3 വാരിയബിളുണ്ട്. എക്സിൽ ഒന്നാമത്തെ ഇൻപുട്ട്, വൈയിൽ രണ്ടാമത്തെ ഇൻപുട്ട്, സെഡ്. സോ ഹിയർ എക്സ്, വൈ ആൻഡ് സെഡ് ആർ 3 ഇൻപുട്ട് വാരിയബിൾസ്. ഒരു പ്രോഗ്രാമിൽ 3 ഇൻപുട്ട് എടുക്കണം. 3 വ്യത്യസ്ത ഡാറ്റ ടൈപ്പിലുള്ള ഇൻപുട്ട് ഡാറ്റകളായിരിക്കാം. ഒന്നുകിൽ ഇൻറ്റീജറോ ഒന്ന് ക്യാരക്ടറോ, അല്ലെങ്കിൽ 3 ഒരേ ടൈപ്പ് ആയിരിക്കാം. ഓക്കെ. അപ്പോൾ ഇവിടെ ഒരു ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റിൽ ഒരു പ്രോഗ്രാമിൽ നമുക്ക് ഒന്നിൽ കൂടുതൽ ഇൻപുട്ടുകൾ എടുക്കേണ്ടി വരുമ്പോൾ അവയെ നമുക്ക് ഒരൊറ്റ ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് എഴുതാം. അങ്ങനെ എഴുതുന്നതിനാണ് കാസ്കേഡഡ് ഇൻപുട്ട് അല്ലെങ്കിൽ കാസ്കേഡിംഗ് ഓഫ് ഇൻപുട്ട് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. സാധാരണ നമുക്കിവിടെ 3 ഇൻപുട്ട് എടുക്കണം പ്രോഗ്രാമിൽ. എക്സ് ഒരു ഇൻപുട്ടാണ്, വൈ വേറൊരു ഇൻപുട്ടാണ്, സെഡ് വേറൊരു ഇൻപുട്ടാണ്. എക്സ് ഒരു മെമ്മറി ലൊക്കേഷൻ, വൈ വേറൊരു മെമ്മറി ലൊക്കേഷൻ, സെഡ് വേറൊരു മെമ്മറി ലൊക്കേഷൻ. ഈ 3 മെമ്മറി ലൊക്കേഷനുകളിലേക്കും കീബോർഡ് വഴി വരുന്നത് 3 തവണയായിട്ട് സ്റ്റോർ ചെയ്യണം. അപ്പോൾ ആദ്യത്തെ ഇൻപുട്ട് ഇങ്ങനെ ചെയ്താൽ എന്താണ്ടാവുന്നത്? ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നാമത്തേത് ഒരു ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റാണ്. കീബോർഡിൽ നിന്ന് വരുന്ന ഒന്നാമത്തെ ഇൻപുട്ട് എക്സ് എന്ന് പറയുന്ന റാമിലെ മെമ്മറി ലൊക്കേഷനിലേക്ക് സ്റ്റോർ ചെയ്യും. വീണ്ടും കീബോർഡ് വഴി എടുക്കുന്ന രണ്ടാമത്തെ ഇൻപുട്ട് എൻ്റർ കീ പ്രസ് ചെയ്ത് സ്പേസോ പ്രസ് ചെയ്തിട്ട് വേണം രണ്ടാമത്തെ ഇൻപുട്ട്. എന്നാലേ ഇത് രണ്ടാമത്തെ ഇൻപുട്ടായിട്ട് എടുക്കുള്ളൂ. ഈ എക്സിലേറ്റിൻ്റെ എക്സ് എന്ന മെമ്മറിയിൽ തന്നെ സേവ് ആവും. അപ്പോൾ രണ്ടാമത് നമ്മൾ എൻ്റർ കീയോ സ്പേസ് കീയോ സെപ്പറേറ്ററായിട്ട് ഉപയോഗിച്ച് കൊടുക്കുന്ന രണ്ടാമത്തെ അടിച്ചതിന് ശേഷം കൊടുക്കുന്ന രണ്ടാമത്തെ ഇൻപുട്ട് വൈ എന്ന മെമ്മറി ലൊക്കേഷനിലേക്കും, മൂന്നാമത് വീണ്ടും ഒരു സ്പേസോ എൻ്റർ കീയോ അടിച്ച് കൊടുക്കുന്ന ഇൻപുട്ട്, മൂന്നാമത് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട്, ഓരോ ഇൻപുട്ടിൻ്റെ ഇടയിലും സ്പേസ് അല്ലെങ്കിൽ എൻ്റർ കീ അടിക്കണം. എന്നാലേ അത് വേറിട്ട് എടുക്കുകയുള്ളൂ, വെവ്വേറെ ഇൻപുട്ടായിട്ട് എടുക്കുകയുള്ളൂ. അപ്പോൾ ഇതാണ് സാധാരണ രീതിയിൽ ഇങ്ങനെ 3 ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് 3 ഘട്ടമായിട്ട് നമ്മൾ 3 ഇൻപുട്ട് എടുക്കുന്നു. 3 വാരിയബിളിലേക്ക് 3 ഇൻപുട്ട് എടുക്കും. ഇതിനെ നമുക്കൊരൊറ്റ സി ഇൻ അല്ലെങ്കിൽ ഒറ്റ ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് തന്നെ എഴുതാം. അതിനെയാണ് നമ്മൾ കാസ്കേഡിംഗ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റിനകത്ത് ഒന്നിൽ 3 ഇൻപുട്ട് ഓപ്പറേറ്ററുകൾ വരുന്നു. അപ്പോൾ ഈ 3 എണ്ണം ഇങ്ങനെ എഴുതുന്നതിന് പകരം ചുരുക്കി നമുക്ക് ഇങ്ങനെ എഴുതാം. സി ഇൻ ഇൻപുട്ട് ഓപ്പറേറ്റർ എക്സ്, ഇൻപുട്ട് ഓപ്പറേറ്റർ വൈ, ഇൻപുട്ട് ഓപ്പറേറ്റർ സെറ്റ്, സെമിക്കോളൻ വേണം. ഇതൊരു ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഏത് സ്റ്റേറ്റ്മെൻറ്റും സെമിക്കോളൻ ഉപയോഗിച്ചാണ് അവസാനിക്കുക എന്നുള്ളത്. പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കുക, ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റുകൾ വാരിയബിളിനെ ഡിക്ലെയർ ചെയ്യണം ഉപയോഗിക്കുന്നതിന് മുമ്പ് എന്ന് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റുകൾ എക്സിക്യൂട്ടബിൾ അല്ല. സാധാരണ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എക്സിക്യൂട്ടബിൾ യൂണിറ്റ് ഓഫ് എ പ്രോഗ്രാം എന്നാണ് പറയുന്നത്, സ്മോളസ്റ്റ് എക്സിക്യൂട്ടബിൾ യൂണിറ്റ് ഓഫ് എ ലാംഗ്വേജ്. അതിൽ ഒരു എക്സെപ്ഷൻ ഉള്ളത് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അത് എക്സിക്യൂട്ടബിൾ അല്ല, അത് കമ്പൈലറിനുള്ളൊരു നിർദ്ദേശമാണ്. വാരിയബിളിൻ്റെ ഡാറ്റ തരം എന്താണ്, എത്ര മെമ്മറി ആ വാരിയബിളിൻ്റെ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കണം, അനുവദിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ബാക്കി എല്ലാ തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളും എക്സിക്യൂട്ടബിളാണ്. അതിന് ഇതുപോലെ കാസ്കേഡഡ് ഔട്ട്പുട്ട്, ഇവിടെ 3 ഇൻപുട്ടുകൾ കാസ്കേഡഡ് ഇൻപുട്ട് ഉപയോഗിച്ച് 3 ഇൻപുട്ട് ഓപ്പറേറ്ററുകളെ കാസ്കേഡ് ചെയ്യും. കാസ്കേഡിങ് മീൻസ് റിഫ്ലക്ഷൻ എന്നാണ് അതിൻ്റെ ഒരു അർത്ഥം. അപ്പോൾ ഇവിടെ ഇങ്ങനെ 3 ഇൻപുട്ടുകൾ 3 വ്യത്യസ്ത ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ ഉപയോഗിച്ച് 3 തവണകളായി എടുക്കുന്നതിന് പകരം ഒരൊറ്റ ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റിൽ 3 ഇൻപുട്ട് ഓപ്പറേറ്റർ ഒറ്റയടിക്ക് ഉപയോഗിച്ച് 3 ഇൻപുട്ടുകളും ഒരു ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ 3 ഇൻപുട്ടും സ്വീകരിക്കുക, 3 വാരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യാം. ഇവിടെ എക്സിൻ്റെയും വൈൻ്റെയും സെറ്റിൻ്റെയും ഡാറ്റ ടൈപ്പ് വ്യത്യസ്തമാവാം, അല്ലെങ്കിൽ ഒരേപോലെ ആവാം. 3 ഇൻറ്റീജർ ആവാം, അല്ലെങ്കിൽ 3 ഫ്ലോട്ട് ആവാം, 3 ഡബിൾ ആവാം, 3 ക്യാറ്റ് ആവാം. അതും അല്ലെങ്കിൽ 1 ക്യാരക്ടർ, 1 ഇൻറ്റീജർ, 1 ഫ്ലോട്ട്, അങ്ങനെ എങ്ങനെ വേണമെങ്കിലും അതൊന്നും പ്രശ്നമില്ല. അപ്പോൾ ഇങ്ങനെ എഴുതുന്നതിനെ നമ്മളിങ്ങനെ ചുരുക്കി എഴുതുന്നതിനാണ് കാസ്കേഡഡ് ഇൻപുട്ട്. ഇതാണ് കാസ്കേഡഡ് ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റിനെ കാസ്കേഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന് ഉദാഹരണമാണിത്. ഒരൊറ്റ സ്ട്രീം ഇൻപുട്ട് ഒബ്ജക്റ്റ് ഉപയോഗിച്ചിട്ട്, ദാറ്റ് ഈസ് കീബോർഡിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റും ആ ഇത് ഉപയോഗിച്ചുകൊണ്ട് 3 എത്ര ഇൻപുട്ടുണ്ടോ അത്രയും ഇൻപുട്ട് ഓപ്പറേറ്റർ ഉപയോഗിക്കും. ഒന്നാമത്തെ ഇൻപുട്ട് എക്സിലേക്ക് പോകും, എൻ്ററോ സ്പേസോ അടിച്ച് എൻ്റർ ചെയ്യുന്ന രണ്ടാമത്തത് വൈ. അപ്പോൾ ഇതിന് പകരം ആണ് ഇത് ഇങ്ങനെ എഴുതാം, ചുരുക്കി എഴുതാം. നമുക്ക് അത്രയും
വരികൾ ലാഭിക്കാം. മാത്രമല്ല അത് കുറച്ചുകൂടി ഫാസ്റ്റായിരിക്കും എക്സിക്യൂഷൻ. ഇനി ഇതേപോലെ ഔട്ട്പുട്ട് ഓപ്പറേറ്ററിനെയും ഒരു ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റിൽ വ്യത്യസ്ത ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റുകളായിട്ട് എഴുതുന്നതിന് പകരം ഒരൊറ്റ ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ ഒന്നിൽ കൂടുതൽ ഔട്ട്പുട്ട് ഓപ്പറേറ്ററുകൾ ഉപയോഗിച്ച് ഒന്നിൽ കൂടുതൽ ഔട്ട്പുട്ടുകൾ കാണിക്കുന്നതിനെയാണ് കാസ്കേഡഡ് ഔട്ട്പുട്ട് എന്നെങ്കിൽ ഔട്ട്പുട്ട് ഓപ്പറേറ്ററുടെ കാസ്കേഡിംഗ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ ഈ കാസ്കേഡ് ഇൻപുട്ടും കാസ്കേഡ് ഔട്ട്പുട്ടും നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇൻപുട്ട് ഓപ്പറേറ്ററിന് കാസ്കേഡ് ചെയ്യാമെന്നുണ്ടെങ്കിലും ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പോലെ തന്നെ ഇൻപുട്ട് ഓപ്പറേറ്റർ എത്ര ഇൻപുട്ടുകൾ വേണമെങ്കിലും എടുക്കാം ഒരു ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ്. ഇനി ഇത് കഴിഞ്ഞാൽ അടുത്ത വേറൊരു ഇൻപുട്ട് ഉണ്ടെങ്കിൽ Z കഴിഞ്ഞിട്ട് ഇൻപുട്ട് ഓപ്പറേറ്റർ നാലാമത്തെ ഇൻപുട്ട് എടുക്കേണ്ട വാരിയബിളിൻ്റെ ലൊക്കേഷൻ. ഇവിടെ X എന്ന് പറയുന്ന മെമ്മറിയിലേക്ക് ഒന്നാമത്തെ ഇൻപുട്ടും അതിനുശേഷം എൻ്റർ കീയോ സ്പേസ് കീയോ പ്രസ് ചെയ്ത് വേണം അടുത്ത ഇൻപുട്ട് അത് Y എന്നുള്ള മെമ്മറി ലൊക്കേഷനിലേക്ക് അല്ലെങ്കിൽ വാരിയബിളിലേക്കും വീണ്ടും എൻ്റർ കീയോ സ്പേസോ പ്രസ് ചെയ്ത് കൊടുക്കുന്ന മൂന്നാമത്തെ ഇൻപുട്ട് Z എന്ന് പറയുന്ന വാരിയബിളിലേക്കും സ്റ്റോർ ആകും. ഓക്കെ, അതാണ് ഈ ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്താൽ സംഭവിക്കുന്നത്. ഇനി ഇവിടെ ഇത് കാസ്കേഡഡ് ഔട്ട്പുട്ടാണ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ ആദ്യം X എന്ന മെമ്മറിയിലുള്ള വാല്യൂ മോണിറ്ററിൽ കാണിക്കും, അതിന് ശേഷം Y, അതിന് ശേഷം Z അല്ലേ. ഈ ഓർഡറിലാണ് ഇത് വാല്യൂറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് X, then Y, then Z. ആ ഓർഡറിൽ അത് കാണിക്കുന്നു. ഇത് നമുക്ക് വേണമെങ്കിൽ മൂന്നെണ്ണമായിട്ട് എഴുതാം. Cout X സെമിക്കോളൻ Cout ഔട്ട്പുട്ട് ഓപ്പറേറ്റർ Y സെമിക്കോളൻ Cout Z. അങ്ങനെ എഴുതുന്നതിന് പകരമാണിത്. ഇതാണ് കുറച്ചുകൂടി നല്ല രീതി. ഇതിനെയാണ് കാസ്കേഡഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കാസ്കേഡിങ് നമുക്ക് ഒരു കാസ്കേഡ് ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റിൽ ഒന്നിൽ കൂടുതൽ ഇൻപുട്ട് ഓപ്പറേറ്റർ ഉപയോഗിക്കുക. ഒരു കാരണവശാലും ഒരു ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റിൽ ഔട്ട്പുട്ട് ഓപ്പറേറ്റർ ഉപയോഗിക്കരുത്. അത്തരത്തിൽ ചോദ്യങ്ങൾ വരും, ഇങ്ങനെ തെറ്റെന്താണെന്ന് കണ്ടുപിടിക്കാൻ. അപ്പോൾ ഈ കാസ്കേഡ് ഇൻപുട്ടായാലും കാസ്കേഡ് ഔട്ട്പുട്ടായാലും ഒന്നിൽ കാസ്കേഡ് ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ് മീൻസ് യൂസിങ് മൾട്ടിപ്പിൾ ഇൻപുട്ട് ഓപ്പറേറ്റേഴ്സ് വിതിൻ എ സിംഗിൾ ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ്. ഒരു ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റിൽ ഒരൊറ്റ ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റിൽ ഒന്നിൽ കൂടുതൽ ഇൻപുട്ട് ഓപ്പറേറ്ററുകളെ ഉപയോഗിക്കുന്നതിനാണ് കാസ്കേഡ് ഇൻപുട്ട് എന്ന് പറയുന്നത്. അല്ലാതെ ഒരു ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റിനകത്ത് ഒരു ഇൻപുട്ട് ഓപ്പറേറ്ററും ഒരു ഔട്ട്പുട്ട് ഓപ്പറേറ്റർ അങ്ങനെ മിക്സ് ചെയ്ത് ഉപയോഗിക്കാൻ പാടില്ല. പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു കാരണവശാലും ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റിൽ ഔട്ട്പുട്ട് ഓപ്പറേറ്റർ കാണാൻ പാടില്ല. അതുപോലെ തിരിച്ച് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റിൽ ഇൻപുട്ട് ഓപ്പറേറ്ററും കാണാൻ പാടില്ല. ദാറ്റ് ഈസ് അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന അവസാനം. It is to be noted that both output and input operators cannot be used in a single statement. ഇത്രയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. ഇനി അടുത്ത ക്ലാസ്സിൽ പറയാം.